നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 4-ാം തീയതി ഞായറാഴ്ച. 1201 ആണ്ട് ധനുമാസം 20-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദ നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് പുണർദം. അപ്പോൾ പുണർദം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. മാത്രമല്ല ഇന്ന് പ്രപഞ്ചനാഥനായ സൂര്യഭഗവാന്റെ ദിവസമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടും ഇന്ന് അവധിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞായറാഴ്ച അവധിയായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കാരണം സൂര്യൻ്റെ ദിവസമാണ്. ഏറ്റവും കൂടുതൽ എനർജി സ്വീകരിക്കാൻ പറ്റുന്ന ദിവസമാണ് ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ച വീട്ടിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ള ഓട്ടത്തിനുള്ള എനർജി സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്തുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസം എനർജി കിട്ടിയില്ലെങ്കിലോ വീടിനകത്ത് അസ്വസ്ഥതയും സമാധാനക്കുറവും ഐശ്വര്യക്കുറവും ഉണ്ടായാൽ അടുത്ത ഒരാഴ്ച പോയതുപോലെയാണ്. അപ്പോൾ ഇന്ന് നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്, നല്ല നക്ഷത്രവും കിട്ടിയിരിക്കുകയാണ്. ഇന്ന് എന്ത് കാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. വീട്ടിൽ നിന്ന് സന്തോഷപ്രദമായി കുടുംബസമേതം ചെലവഴിക്കാനും സുഹൃത്തുക്കളുടെ വീടുകളിൽ പോകാനാവട്ടെ, മറ്റ് ഫംഗ്ഷന് പങ്കെടുക്കാനാവട്ടെ, എല്ലാത്തിനും കൊള്ളാവുന്ന നല്ലൊരു ദിവസത്തെ നമുക്ക് ദൈവം പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വേണ്ടവോളം വിനിയോഗിക്കുക, നമുക്ക് ദിവസത്തെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം ശ്രദ്ധിച്ചോളുക. രാവുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ. വൈകുന്നേരമാണ് രാവുകാലം പറഞ്ഞത്. 4:30 മുതൽ 6 മണി വരെ എന്ന് രാവുകാലം എഴുതി വച്ചിട്ടുണ്ട്. എങ്കിലും ശരിക്ക് 4:47 രാവുകാലം തുടങ്ങുകയുള്ളൂ, 6:13 തീരുകയുള്ളൂ. അപ്പോൾ 6 മണിക്ക് തീർന്നെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങരുത്. 6:13 കഴിയുമ്പോഴേ രാവുകാലം തീരുകയുള്ളൂ. യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും എല്ലാ ദിവസവും ഉണ്ട്, ഇന്നുമുണ്ട്. ഈ സമയം നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കരുത്. 3:21 തൊട്ട് 4:47 വരെ ഗുളികനും, 12:29 തൊട്ട് 12:55 വരെ ജാതക പ്രകാരം, 12:29 തൊട്ട് 1:55 വരെ യമകണ്ഠ കാലസമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ധനുമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ്. സൂര്യൻ പ്രശസ്തിയെ തരും, നമുക്ക് പ്രകാശത്തെ തരും. അപ്പോൾ നമുക്ക് പ്രവർത്തിക്കുന്നവർക്ക്, ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് പ്രശംസ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ലഭിക്കുക, പ്രമോഷൻ ലഭിക്കുക, ഇൻക്രിമെൻ്റ് കിട്ടുക, സാമ്പത്തിക നേട്ടം അവർക്ക് പ്രദാനം ചെയ്ത് തരും. എന്നാലും കുറച്ച് ടെൻഷനും കൂടുതലായിട്ട് തരും. കാരണം സൂര്യൻ ടെൻഷൻ്റെ ആളാണ്, അന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസത്തെ പോലെ ഇന്നും അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. 12:05 തൊട്ട് 12:53 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ചുവപ്പ് മിക്സായിട്ടുള്ളതോ, സൂര്യൻ്റെ കളർ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എല്ലാ കളറും അടങ്ങുന്നതാണ് സൂര്യഭഗവാൻ. എന്നാലും സൂര്യൻ്റെ കളറായ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റോസ് കളറോ അതുപോലെ ചുടുകളിൻ്റെ കളറോ അങ്ങനെയുള്ള സ്വർണ്ണ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്ന് ഇറങ്ങുന്നത് സൂര്യനൊപ്പം സഞ്ചരിക്കുന്നതിന് സമമാവും. ആ പ്രകാശകിരണങ്ങൾ നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആവും. അതുകൊണ്ട് വീട്ടിൽ നിന്നാലും പുറത്തിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളുക. എല്ലാവർക്കും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.